ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഇമോഷണലി ഫിസിക്കലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നതിന് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ ജസ്റ്റ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോസ്, അതൊക്കെ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഇന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മളുടെ നല്ല പൊതുവെ അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉള്ള റിലേഷൻഷിപ്പുകളാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് സാധാരണ റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കില്ല. അതിലുപരി അതിൽ കുറച്ച് പ്രോബ്ലംസും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇനി അഥവാ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യെസ്, അറ്റാച്ച്മെന്റ് ഇഷ്യൂ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത്. സോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അതുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകും, പക്ഷേ അവർക്ക് ഭയങ്കര പേടി ഉണ്ടാവും. അതായത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടു പോകുമോ, അങ്ങനെ ഒരു പേടി പലർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉള്ള ആളുകളിൽ നമ്മൾ കാണുന്നതാണ്. പല ആളുകൾക്കുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും നമ്മൾ കാണാറില്ല. അതായത് വലിയ രീതിയിലുള്ള വഴക്കുകളൊന്നും അവർ തമ്മിൽ ഉണ്ടാവാറില്ല. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, എന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ളത്. അതേസമയം ഭയങ്കരമായിട്ട് ഇവരവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും എല്ലാത്തിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ കാര്യവും എല്ലാവരിലും ഉണ്ടാവണം, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സാധാരണയായിട്ട് അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉള്ള ആളുകളിൽ കാണുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇവർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇവർ സ്നേഹിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണറെ ഭയങ്കരമായിട്ട് ഇവർക്ക് ഇഷ്ടം ഉണ്ടാവും, ഭയങ്കര അറ്റാച്ച്മെന്റ് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതേസമയം അവർക്ക് പേടിയും ഫീൽ ചെയ്യും, ടെൻഷനായിരിക്കും. അയ്യോ, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ആളെന്നെ വിട്ടിട്ട് പോകും, ഇങ്ങനൊരു ചിന്ത എപ്പോഴും അവരുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവരെപ്പോഴും ഇവരുടെ പാർട്ട്ണറോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്നെ ഇഷ്ടമാണോ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നോട് ദേഷ്യമുണ്ടോ. ഈ ഒരു കാര്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെയാണ്. ഇവർക്ക് ഇങ്ങനെ എപ്പോഴും ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവരത് ചോദിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇവരുടെ പാർട്ട്ണറുടെ വായിന്ന് കേൾക്കണം, നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള ഒരു കാര്യം. ചിലപ്പോൾ അവർ പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, എന്താ പറയാത്തേ, ആ ഒരു സംഭവം ഇവർക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. സോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയൊരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു മെസ്സേജിന് പോലും റിപ്ലൈ ലേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ചിന്തിച്ച് കൂട്ടും, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും, ചിലപ്പോൾ അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും, മിണ്ടാതിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിരിക്കും ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ അത്രയും തിരക്കിലായതുകൊണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ അയക്കുന്ന മെസ്സേജോ കോളൊന്നും നോക്കാണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നീട് അവർ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും ഓൺലൈനിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം നോക്കാൻ വേണ്ടി മാത്രം വാട്സാപ്പിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ കയറിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും നിങ്ങളുടെ മെസ്സേജ് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടുക ചെയ്യുക, എന്താണ് മെസ്സേജ് നോക്കാത്തത്, ഇനിയിപ്പോൾ എന്നോട് ഇഷ്ടക്കുറവുണ്ടോ, എന്നെ ഇഷ്ടമല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ രീതിയിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും എന്നുള്ളതാണ്. സോ അങ്ങനെ ഓവർ തിങ്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, യെസ്, നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അത് ഈ അറ്റാച്ച്മെന്റ് ഇഷ്യൂ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നുള്ളത് അറിയോ, നിങ്ങൾ തമ്മിൽ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ വരുന്ന പ്രശ്നമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് സംസാരിക്കണം, ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം അവരോട് ചോദിക്കാനുണ്ടെങ്കിലും അവരോട് ചോദിക്കുക. അവിടെ നമ്മൾ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്പണായിട്ട് സംസാരിച്ചാലേ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കിടയിൽ ഈ ഒരു ഇഷ്യൂ ഒന്നും വരില്ല. കാരണം നമുക്കപ്പോൾ ഒന്നാമത് ഭയങ്കര സമാധാനം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ. മാത്രമല്ല അപ്പം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടും, ട്രസ്റ്റ് കൂടും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ അറ്റാച്ച്മെന്റ് ഇഷ്യൂ വരില്ല. അപ്പം അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. അപ്പം ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊരു മെസ്സേജിന് റിപ്ലൈ ലേറ്റ് ആയാൽ പോലും ടെൻഷൻ അടിക്കുന്ന, ഓവർ തിങ്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് അറ്റാച്ച്മെന്റ് ഇഷ്യൂ അനുഭവിക്കുന്ന ആളുകളിൽ ഉണ്ടാവുന്നതാണ്. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ അടുക്കില്ല. അതായത്
ജസ്റ്റ് ഒന്ന് അടുത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടി ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അടുക്കാൻ മടിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുറേ പേരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് ഇപ്പൊ സ്നേഹപ്രകടനം കാണിക്കാത്ത, ഇപ്പൊ അവരുടെ പാർട്ട്ണറുടെ അടുത്ത് അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും അവരത് പുറത്ത് കാണിക്കാറില്ല. അതേപോലെ തന്നെ ചിലരോട് ഒരു പിടുത്തം കൊടുക്കില്ല എന്ന് പറയില്ല, അത് നമുക്ക് മനസ്സിലാവില്ല. ആൾക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു രീതിയിലും നമ്മുടെ ഉള്ളിലുള്ള കാര്യം പുറത്ത് അറിയിക്കാൻ ശ്രമിക്കാതിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ഇവര് പേടിക്കുന്നതാണ്. ഒന്ന്, ഇവർക്ക് റിജക്ഷൻ ഭയങ്കര പേടിയാണ്. അതായത് ഇപ്പൊ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുമോ, ഇങ്ങനെയുള്ള പേടി ഇവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഇവർ പുറത്ത് കാണിക്കാറില്ല എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ പിടുത്തം തരില്ല എന്ന് പറയില്ലേ. കാരണം ആൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ, ഒരു പേടിയാണ്. ഇഷ്ടപ്പെട്ടാൽ നഷ്ടമാകുമോ, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളിപ്പോൾ ഭയങ്കര ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എനിക്കെന്നത് പണിയായിട്ട് വരുമോ, എന്നെ ഒരു ചതിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവം, ഇങ്ങനെയൊക്കെയുള്ള ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ അവർ സ്വയം ഒരു മതിൽ തീർത്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇവർ തന്നെ അവരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഞാൻ ആളെ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ആളടുത്ത് അങ്ങനെ അത്രയും അറ്റാച്ച്ഡ് ആവില്ല എന്നൊരു സംഭവം. ആ ഒരു രീതിയിലേക്ക് ആൾ എത്തിയിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അത് ആൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വഴക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിടയിൽ ചെറിയൊരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. അതായത് മിണ്ടാനുള്ള ഒരു എന്താ പറയുക, ഞാൻ ആദ്യമേ മിണ്ടണോ, അല്ലെങ്കിൽ അവള് വരട്ടെ അവൻ വരട്ടെ, ഈ ഒരു സംഭവം എന്തായാലും ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്, സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമല്ലോ, അതിന്റെ എക്സ്ട്രീം ലെവലായിരിക്കും. അതായത് തീരെ മിണ്ടൂല, ഒന്നും മിണ്ടില്ല, അങ്ങനെ മിണ്ടാതെ ആ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. ചില ആളുകൾ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്ന രീതിയിലേക്ക് പോലും ആ രീതിയിൽ പോലും പെരുമാറുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതന്നെ അറ്റാച്ച്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ആ അറ്റാച്ച്മെന്റ് നിങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചിലപ്പോൾ അവർ പ്രതികരിക്കുന്ന തന്നെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, സാധാരണ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും ഒരു ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് പോവില്ല എന്നുള്ളതാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വഷളാവും. കാരണം അവർ തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യും, അപ്പൊ അവർക്ക് ഇഷ്ടം കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ അറ്റാച്ച്മെന്റ് ഓൾറെഡി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മിണ്ടാൻ തോന്നൂല. അതായത് ആൾക്ക് തന്നെ ഇഷ്ടമല്ല എന്നൊരു ചിന്തയായിരിക്കും ഇവരുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവർക്കും സംസാരിക്കാനായിട്ട് തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ 2, 3, 4 ദിവസങ്ങളിൽ അങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. സോ നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളത്. നിങ്ങളുടെ അടുത്ത് അവർ സേഫ് ആണ്, കംഫർട്ടബിൾ ആണെന്ന് തോന്നൽ അവർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് അവർക്ക് സംസാരിക്കാനും എല്ലാം ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവുള്ളൂ. ചില റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ പോകുമ്പോൾ പിന്നീട് അങ്ങനെ ടോക്സിക് പോലെയൊക്കെ ആയി മാറാറുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്കൊന്നും പോവാണ്ടിരിക്കുക. ഇപ്പോൾ ഇമോഷണലി ഉള്ള അറ്റാച്ച്മെന്റും ഫിസിക്കലി ഉള്ള അറ്റാച്ച്മെന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ ആദ്യം വേണ്ടത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. അതുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ പൊക്കോളും. പിന്നെ ഫിസിക്കൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വന്നോളും എന്നുള്ളതാണ്. സോ അറ്റാച്ച്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോഴേ നമുക്ക് അട്രാക്ഷനും ഇഷ്ടമൊക്കെ ഫീൽ ചെയ്യുള്ളൂ. സോ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആളുകളും ഇതേ രീതിയിലാവും പെരുമാറുക എന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം അറ്റാച്ച്മെന്റ് സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് കുറേ ഉണ്ട്. പക്ഷെ പൊതുവെ ഈ രീതികളാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്